ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് IELTS ലിസ്ണിങ്ങിൻ്റെ സെക്ഷൻ 1നെ കുറിച്ച് പഠിക്കാം. നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ സെക്ഷനിൽ ഒരു നല്ല സ്കോർ കിട്ടും. അറ്റ്ലീസ്റ്റ് നമുക്ക് കിട്ടാനുള്ള സ്കോർ നഷ്ടപ്പെടാതെങ്കിലും ഇരിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് എവറി ഡേ. നമ്മൾ ഈ ചാനലിൽ ഇംഗ്ലീഷ് എങ്ങനെ നന്നായിട്ട് സംസാരിക്കാമെന്നും പിന്നെ IELTS TT എക്സാംസിനൊക്കെ എങ്ങനെ ഒരു നല്ല സ്കോർ മേടിക്കാമെന്നാണ് പഠിക്കുന്നത്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് IELTS ലിസ്ണിങ്ങിൻ്റെ സെക്ഷൻ 1നെ കുറിച്ചാണ്. സാധാരണ ഇത് ഒരു ഈസി സെക്ഷനായിട്ടാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത് 4 എണ്ണം വെച്ച് നോക്കുമ്പം. ഇത് യൂഷ്വലി ഒരു ഡയലോഗാണ്, 2 പേര് തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ. സാധാരണ ഇത് ഒരു ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ വേണ്ടി വിളിക്കുക, അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ ഒരു ടേബിൾ ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കുക, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യാൻ വേണ്ടി വിളിക്കുക, അങ്ങനെ എന്തെങ്കിലും ഒരു ടൈപ്പ് ഓഫ് കോൺവെർസേഷൻ ആയിരിക്കും. ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കാൻ സാധ്യതയുള്ളത് ഡേറ്റ്സ്, നമ്പേഴ്സ് അല്ലെങ്കിൽ പേരുകളായിരിക്കും. ഇതൊക്കെ കറക്റ്റായിട്ട് എഴുതുമ്പോൾ തന്നെ നമുക്ക് എളുപ്പത്തിൽ ഇവിടെ ഒരു നല്ല സ്കോർ കിട്ടും. ഇനി ഇതൊക്കെ ആക്ച്വലി കറക്റ്റായിട്ട് എഴുതാൻ വേണ്ടി എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് കോൺസെൻട്രേഷൻ ആണ്. കോൺസെൻട്രേഷൻ ഇസ് എ കീ വേർഡ് ഹിയർ. നമ്മൾ ഒരു കാരണവശാലും ഒന്നും നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യാൻ അനുവദിക്കരുത്. ഇത് ശരിക്കും സെക്ഷൻ 1ന് മാത്രമല്ല കേട്ടോ, ഹോൾ ലിസ്ണിംഗ് ടെസ്റ്റിന് ബാധകമാണ്. നിങ്ങൾ പെട്ടെന്ന് കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ആദ്യം ലിസ്ണിങ് മാത്രം പ്രാക്ടീസ് ചെയ്യുക. ആൻസേഴ്സ് ഒന്നും എഴുതാതെ ഓഡിയോസ് മാത്രം വീണ്ടും വീണ്ടും കേട്ട് ഫുൾ 30 മിനിറ്റ്സ് ശ്രദ്ധിച്ച് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ നമുക്ക് ഫുൾ 30 മിനിറ്റ്സ് കോൺസെൻട്രേഷൻ കിട്ടുന്നവരെ എത്ര ഓഡിയോസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ അത്ര ഓഡിയോസ് പ്രാക്ടീസ് ചെയ്യുക. ഇതിൻ്റെ കൂടെ നമ്മുടെ വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും പല ആക്സൻസിൽ ഓരോ വാക്കുകളൊക്കെ എങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ സെയിം ഓഡിയോസ് തന്നെ വീണ്ടും വീണ്ടും കേൾക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല. നമ്മൾ ഇതുപോലെ പ്രാക്ടീസ് ചെയ്താലും എക്സാമിൻ്റെ സമയത്തും എന്തെങ്കിലുമൊക്കെ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ നമുക്ക് വരാം. പക്ഷെ നമ്മൾ മാക്സിമം ശ്രമിക്കണം ഈ ഡിസ്ട്രാക്ഷൻസ് ഒന്നും നമ്മളെ എഫക്റ്റ് ചെയ്യാതെ നമ്മൾ ശ്രമിക്കണം. ഇതായിട്ട് റിലേറ്റഡ് ആയിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം. പുള്ളിയുടെ ഏറ്റവും ആദ്യത്തെ IELTS എക്സാമിൻ്റെ ലിസ്ണിംഗ് ടെസ്റ്റ് എഴുതുന്ന സമയത്ത് പുള്ളി ഒരു ആൻസർ എഴുതിയത് തെറ്റിപ്പോയെന്ന് തോന്നി. അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറേസർ വെച്ചിട്ട് അത് മായ്ച്ചു കളയാൻ നോക്കിയപ്പോൾ ആ ഇറേസർ മറ്റേ പ്ലാസ്റ്റിക് റാപ്പിലായിരുന്നു. അപ്പോൾ പുള്ളി ആ റാപ്പർ ഇങ്ങനെ അഴിച്ചു മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന് അങ്ങനെ 4 ക്വസ്റ്റ്യൻസ് പുള്ളി സ്കിപ്പായി പോയി. അപ്പോൾ അത്രയും ഓഡിയോ കേൾക്കാതെ വന്നു. അപ്പോൾ ഇങ്ങനത്തെ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ നമ്മൾ അറിയാതെ തന്നെ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാത്തിനും പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. നമ്മൾ സെക്ഷൻ 1ലാണ് ഏറ്റവും കൂടുതൽ പേരുകളും നമ്പേഴ്സും ഒക്കെ കേൾക്കുന്നത്. ചില സമയത്ത് നമ്മൾ ആൽഫ ന്യൂമറിക് ക്യാരക്ടേഴ്സ് ആയിരിക്കും കേൾക്കുന്നത്, ലൈക്ക് ലൈസൻസ് പ്ലേറ്റ് നമ്പേഴ്സ് അല്ലെങ്കിൽ ഇൻഷുറൻസ് പോളിസി നമ്പേഴ്സ്, അങ്ങനത്തെയൊക്കെ. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഞാനിപ്പോൾ പറയുന്ന കുറച്ച് നമ്പേഴ്സും പേരുകളൊക്കെ കറക്റ്റായിട്ട് എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കും. Third, $10.50, 19, 31st, 3.5, 17, 27th. Prescott, Prescott. Instruments. Fountain Road, FOUNTAIN Road. 75C22D39F. നമുക്ക് ആൻസേഴ്സ് നോക്കാം, എല്ലാം കറക്റ്റ് ആയോ നോക്കൂ. Third, $10.50, 19, 31st, 3.5, 17, 27th. Prescott, capital P ആയിരിക്കണം. Instruments, Fountain Road, 75C22D39F. ഇതേപോലത്തെ നമ്പേഴ്സും പേരുകളും പല ആക്സൻസിൽ നല്ലോണം കേട്ട് പഠിക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും. നമ്മൾ പല ഇംഗ്ലീഷ് ആക്സൻസും കേൾക്കും, പക്ഷേ ഏറ്റവും കോമൺ ആയിട്ട് കേൾക്കാൻ പോകുന്നത് ബ്രിട്ടീഷും ഓസ്ട്രേലിയൻ ആക്സൻസും ആയിരിക്കും. വേറൊരു കാര്യം ഓർക്കുക, സാധാരണ മിക്ക സ്ഥലങ്ങളുടെയും ആൾക്കാരുടെയും പേരുകൾ നമുക്ക് സ്പെല്ല് ചെയ്യും അവർ,
പ്രത്യേകിച്ചും ഒരേപോലത്തെ പേരുകൾ, ഡിഫറെൻറ്റ് സ്പെല്ലിങ്സ് ഉള്ള സെയിം നെയിംസ് ഒക്കെ അവർ നമുക്ക് സ്പെൽ ഔട്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഷോൺ എന്ന് പറയുന്ന പേര് SEAN നമുക്ക് വേണമെങ്കിൽ എഴുതാം, SHAWN എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. പിന്നെ ബ്രൗൺ എന്ന് പറയുന്ന പേര് BROWN എന്ന് വേണമെങ്കിൽ എഴുതാം, BROWNE എന്ന് വേണമെങ്കിൽ എഴുതാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കേൾക്കുന്ന സ്പെല്ലിംഗ് എക്സാക്ട്ലി എന്താണോ അങ്ങനെ തന്നെ എഴുതണം. നമ്മൾ സൗണ്ട് കറക്റ്റായിട്ട് എഴുതുവാണ്, പക്ഷെ സ്പെല്ലിങ് നമ്മൾ തെറ്റിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ സ്കോർ കിട്ടില്ല. പിന്നെ നമ്മൾ പേപ്പർ ബേസ്ഡ് ടെസ്റ്റ് എഴുതുവാണെങ്കിൽ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് റീഡബിൾ അല്ല എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് സ്കോർ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് അത്ര നല്ലതല്ല എന്ന് തോന്നുവാണെങ്കിൽ ഓൾ ക്യാപ്സിൽ എഴുതിയാലും കുഴപ്പമില്ല പേപ്പർ ബേസ്ഡിന്. നമ്മൾ ഓരോ സെറ്റ് ഓഫ് ആൻസേഴ്സ് എഴുതുന്നതിന് മുന്നേ അതിൻ്റെ കൂടെയുള്ള ഇൻസ്ട്രക്ഷൻസ് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കണം, എസ്പെഷ്യലി വേർഡ് ലിമിറ്റ്സ്. നമ്മുടെ ആൻസർ കറക്റ്റ് ആണെങ്കിലും വേർഡ് ലിമിറ്റ് എക്സീഡ് ആയി എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ സ്കോർ കിട്ടില്ല. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഹോട്ടൽ എന്നാണെന്ന് വിചാരിക്കുക. ആ ക്വസ്റ്റ്യൻ്റെ വേർഡ് ലിമിറ്റ് 1 വേർഡ് ഓൺലി ആണെന്ന് വിചാരിക്കുക. നമ്മൾ ഹോട്ടൽ അല്ലെങ്കിൽ ദ ഹോട്ടൽ എന്ന് എഴുതിയാൽ തന്നെ നമുക്ക് അവിടെ സ്കോർ കിട്ടില്ല. നമുക്ക് ഈ വേർഡ് ലിമിറ്റ്സ് മനസ്സിലാക്കാൻ വേണ്ടി കുറച്ചുകൂടെ എക്സാമ്പിൾസ് നോക്കാം. ഇൻസ്ട്രക്ഷൻസിൽ നോ മോർ ദാൻ 2 വേർഡ്സ് എന്നാണെന്നുണ്ടെങ്കിൽ ഒന്നിൽ 1 വേർഡായിട്ട് എഴുതാം, അല്ലെങ്കിൽ 2 വേർഡ്സ് ആയിട്ട് എഴുതാം. അതിൽ കൂടുതൽ എഴുതുവാണെങ്കിൽ നമുക്ക് അവിടെ സ്കോർ കിട്ടില്ല. നോ മോർ ദാൻ 1 വേർഡ് ആൻഡ് ഓർ എ നമ്പർ, അങ്ങനെയാണെങ്കിൽ നമുക്ക് 1 വേർഡ് ആൻഡ് എ നമ്പർ എഴുതാം, അല്ലെങ്കിൽ 1 വേർഡ് എഴുതാം, അല്ലെങ്കിൽ 1 നമ്പർ എഴുതാം. നമ്മൾ 2 വേർഡ്സ് എഴുതുവാണെങ്കിൽ നമുക്ക് അവിടെ വീണ്ടും സ്കോർ കിട്ടില്ല. നമുക്ക് ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. 3 ബുക്സ്, 16th June, $450, 24 cats, 1947, 1 number. ഹൈഫണേറ്റഡ് വേർഡ്സ് ഒക്കെ 1 വേർഡ് ആയിട്ടായിരിക്കും കണക്കാക്കുന്നത്. ഫോർ എക്സാമ്പിൾ ചെക്ക് ഇൻ. പിന്നെ ആപ്പിൾ ട്രീ, ഇങ്ങനത്തെ വാക്കുകളൊക്കെ 2 വേർഡ്സ് ആയിട്ടായിരിക്കും കണക്കാക്കുന്നത്. പിന്നെ ലാർജ് നമ്പേഴ്സ്, ഫോർ എക്സാമ്പിൾ 1 million, അങ്ങനത്തെ നമ്പേഴ്സൊക്കെ 1 വേർഡായിട്ടായിരിക്കും കണക്കാക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം പ്ലൂറൽസ് ആണ്. IELTS എക്സാമിനേഴ്സിന് നന്നായിട്ട് അറിയാം നോൺ നേറ്റീവ്സിന് പ്ലൂറൽസ് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുന്നു. അതുകൊണ്ട് പ്ലൂറൽ വേർഡ്സിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഓഡിയോൻ്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കുമ്പോഴും പിന്നെ ക്വസ്റ്റ്യൻ ഒക്കെ വായിച്ച് മനസ്സിലാക്കുമ്പോഴും പ്ലൂറൽ വരാൻ സാധ്യത ഉണ്ടോയെന്ന് നമുക്ക് മനസ്സിലാവും. ഞാൻ ആദ്യം പറഞ്ഞ ആ ഹോട്ടൽ എന്നുള്ള വാക്കിൻ്റെ എക്സാമ്പിൾ എടുക്കാം. ചില ക്വസ്റ്റ്യൻസിന് അറ്റ് ദ ഹോട്ടൽ അല്ലെങ്കിൽ ദ ഹോട്ടൽ എന്നൊക്കെ എഴുതിയാൽ നമ്മുടെ വേർഡ് ലിമിറ്റ് എക്സീഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ സ്കോർ കിട്ടില്ല. പക്ഷെ ഒരു സെൻറ്റൻസ് കംപ്ലീഷൻ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ആ സെൻറ്റൻസ് ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിരിക്കണം എന്നുണ്ട്. ആ സമയത്ത് നമുക്ക് പ്രപ്പോസിഷൻസ് യൂസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവും. അപ്പോൾ നമ്മളുടെ പ്രപ്പോസിഷൻ അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഉപയോഗിക്കുക എന്നുള്ളത് നമ്മുടെ ഓഡിയോൻ്റെ കോണ്ടെക്സ്റ്റ് അനുസരിച്ചും ക്വസ്റ്റ്യൻ അനുസരിച്ചും പിന്നെ വേർഡ് ലിമിറ്റ് അനുസരിച്ചും വേണം മാറ്റാൻ. പിന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൽ ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാം ആൻസറിൻ്റെ അഗെൻസ്റ്റ് ഉള്ള ലെറ്റർ എഴുതുക എന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആൻസറിന് അഗെൻസ്റ്റ് ഉള്ള ലെറ്റർ കൃത്യമായിട്ട് എഴുതണം. ആ ആക്ച്വൽ ആൻസർ എഴുതിയാലും നമുക്ക് അവിടെ സ്കോർ കിട്ടില്ല. ഫോർ എക്സാമ്പിൾ നമ്മുടെ 3 ഓപ്ഷൻസ് A ഓറഞ്ച്, B മാംഗോ, C ഗ്രേപ്സ്. ഈ 3 ഓപ്ഷൻസിൽ മാംഗോ ആണ് കറക്റ്റ് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ ആൻസർ B എന്നായിരിക്കണം, മാംഗോ എന്ന് എഴുതരുത്. ഇത് കൂടുതൽ ആപ്ലിക്കബിൾ ആവുന്നത് പേപ്പർ ബേസ്ഡ് ടെസ്റ്റ് എഴുതുന്നവർക്കായിരിക്കും. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എഴുതുന്ന ആൾക്കാർ ഇത് ഫേസ് ചെയ്യാൻ സാധ്യത കുറവാണ്. പിന്നെ നമ്മൾ മിക്ക സമയത്തും സല്യൂട്ടേഷൻസ് ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യം വരാറില്ല. മിസ്റ്റർ, മിസ്സസ്, മിസ് അങ്ങനത്തെ വാക്കുകളൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യം വരാറില്ല. നമ്മുടെ വേർഡ് ലിമിറ്റ് പെർമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എഴുതാം. പിന്നെ ക്വസ്റ്റ്യനിലോ ഓഡിയോയിലോ എവിടെയെങ്കിലും അത് യൂസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം സല്യൂട്ടേഷൻസ് യൂസ് ചെയ്താൽ മതി. ഫൈനലി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചേഞ്ചിങ് ആൻസേഴ്സ് ആണ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ 3 ഓപ്ഷൻസ് ഉണ്ടെന്ന് വിചാരിക്കുക, ആപ്പിൾസ്, ഓറഞ്ചസ് ആൻഡ് മാംഗോസ്. എന്നിട്ട് ഒരു സ്പീക്കർ ചോദിക്കുകയാണ് മറ്റൊരാളുടെ അടുത്ത് വിച്ച് ഇസ് യുവർ ഫേവറേറ്റ് ഫ്രൂട്ട്. ആൻസർ പറയുന്ന ആൾ പറയുകയാണ് ഓറഞ്ചസ്, ഐ ലൈക്ക് ഓറഞ്ചസ് എ ലോട്ട് എന്ന് പറയുകയാണ്. എന്നിട്ട് വീണ്ടും പുള്ളി കണ്ടിന്യൂ ചെയ്തിട്ട് പറയുകയാണ് ബട്ട് ഇഫ് യു ആസ്ക് മീ ടു കമ്പയർ ഓറഞ്ചസ് ആൻഡ് മാംഗോസ് ദെൻ ഐ വുഡ് സേ ഐ ലൈക്ക് മാംഗോസ് മോർ. അപ്പോൾ ഇവിടെ നമ്മൾ ആൻസർ ആയിട്ട് എഴുതുന്നത് മാംഗോസ് ആണ്, നോട്ട് ഓറഞ്ചസ്.
ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് IELTS ലിസ്ണിങ്ങിൻ്റെ സെക്ഷൻ 1 അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. എൻ്റെ ടിപ്സ് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻസിൽ പറയുക. നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.